ഇന്ന് ട്രിവാൻഡ്രത്തുള്ള ഞാൻ നമ്മുടെ കണ്ണൂരുകാരുടെ പുയ്യാപ്പിള സ്പെഷ്യൽ ആയിട്ടുള്ള പനീർപ്പെട്ടി ഉണ്ടാക്കാൻ നോക്കുകയാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കുക. ഒരു ബൗളിൽ നമുക്കൊരു ഗ്ലാസ് മൈദ എടുക്കുക, കുറച്ച് ഉപ്പ്, അതിന് ഒരു മുട്ടയും പൊട്ടിച്ച് ഒഴിക്കുക. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ആക്കി എടുക്കുക. വെള്ളത്തിന്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് കട്ടിയാവുണ്ട്, ഒരുപാട് ലൂസ് ആവുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഈ മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. എന്നിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂണിൽ നമുക്ക് നെയ്യ് ഒഴിക്കുക. അതിനോട് റൈസൻസും കാഷ്യൂ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താക്കുക, ഒരു 2-3 മുട്ടയൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചിക്കി എടുക്കുക. ഇത് വെന്ത് കഴിഞ്ഞാൽ മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് ആ ഒരു ബാറ്റർ ദോശ പോലെ ചുട്ടെടുക്കുക കേട്ടോ. മേഖല കുറച്ച് നെയ്യൊക്കെ ആക്കി കൊടുക്കുക. ഒരു സൈഡ് മാത്രം വേവിക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു എഗ്ഗിന്റെ കൂട്ടില്ലേ, അതിനകത്ത് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കി എടുക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നമ്മളിത് മാറ്റി വെച്ച് വീണ്ടും ഒരു വലിയ ഒരു ദോശന്റെ പരുവത്തിൽ ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കുക. എഗെയിൻ നമ്മൾ ആദ്യം ചെയ്ത കണക്ക് ഈ എഗ്ഗിന്റെ ഒരു കൂട്ടിന്റെ മേഖല വെച്ചിട്ട് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ആ ഒരു സാധനമല്ല, ആദ്യം ഇതിന്റെ മണ്ണയ്ക്ക് വെച്ചെടുത്തിട്ട് വീണ്ടും പഴയതുപോലെ ഇങ്ങനെ മടക്കി എടുക്കുക. നെക്സ്റ്റ് ഇനി നമുക്ക് 1 കപ്പ് ഷുഗറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ നമുക്ക് ഷുഗർ സിറപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഇതിനെ 2 കീറി മുറിച്ചെടുത്തതിന് ശേഷം അതിന്റെ മണ്ടയിൽ കൂടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് വെച്ചു. ബിക്കോസ് നമ്മൾ ഷുഗർ ഇട്ടിട്ടില്ല ഇതിൽ. എന്നിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു കടി അങ്ങ് കൊടുക്കത് വാരി പോണത് പോലും അറിയത്തില്ല.